കൂടുതലായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ സ്തോത്രം. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ, ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് ഇതിനെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത്ഭുത രക്ഷണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വന്നിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരുവാനും ദൈവമേ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളായിട്ട് തീരുവാനും ദൈവത്തിൽ നിന്ന് ആശ്രയിക്കുവാനും ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അസുഖങ്ങളായി വന്നിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ, അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരെ വിടുവിക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്തൊക്കെ ബുദ്ധിമുട്ടിലായിരിക്കുന്നെന്ന് അറിയില്ല കർത്താവെ, കർത്താവിന് മാത്രമേ അറിയുള്ളൂ കർത്താവെ. അവരെ അങ്ങ് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തെ വിട്ട് പിരിയാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വളരുവാനും ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവിടെ എന്തിനു വേണ്ടി വന്നോ അത് പ്രാപിച്ചു കൊണ്ടുപോകാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തെ വിട്ട് പിരിയാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വളരുവാൻ ദൈവം സഹായിക്കണമേ. എല്ലാ മക്കളെയും ദൈവകരങ്ങൾ തരുന്ന കർത്താവെ. ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുവാനും ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നത്തെ മീറ്റിങ്ങിലെല്ലാം ദൈവമക്കളെയും കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വരാൻ വേണ്ടിയിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. കർത്താവ് ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവെ. അവരെ എത്രയും പെട്ടെന്ന് കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, ഇന്നത്തെ മീറ്റിങ്ങിന് മെസ്സേജ് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട മകളായി അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവിന്റെ ദൂതുകൾ അങ്ങ് പറയുവാൻ ദൈവം സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മക്കളെയും അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കർത്താവെ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ സഭയെ അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഒരു കൂട്ടം മക്കൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ഈ ദേശം രക്ഷിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തിൽ ആശ്രയിക്കാത്ത മക്കളുണ്ട് കർത്താവ്. അവരെ ദൈവങ്ങളിൽ തരുന്ന കർത്താവ്. ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവ്, ഈ മീറ്റിംഗിൽ വന്നിരിക്കുന്ന മക്കളെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവരെ കുടുംബമായിട്ട് മാനിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. സ്കൂളിൽ പോകുന്ന മക്കളുണ്ട് കർത്താവ്. അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവെ, കീബോർഡ് വായിക്കുന്ന മകനെ പ്രാർത്ഥിക്കുന്ന കർത്താവിനെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം വായിക്കുവാനുള്ള മക്കളെ ദൈവങ്ങൾ തരുന്ന കർത്താവെ. അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ നിറയ്ക്കണം കർത്താവെ. പ്രാർത്ഥനയുടെ സ്തോത്ര യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
സങ്കീർത്തനത്തിൽ പറയുന്നു, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച ഓരോ ദിവസങ്ങളും നമ്മൾ ദുഃഖത്തിലും ഭാരത്തിലാകാതെ നമ്മൾ നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കുക. ദൈവത്തെ നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവം നമുക്ക് ചെയ്ത ഓരോ ഉപകാരങ്ങൾക്ക് നമുക്ക് നന്ദിയുള്ളവരാകാം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ എന്ന ഗാനം നമുക്ക് പോയതിനോട് നമുക്ക് ചേർന്ന് ആലപിക്കാം. എല്ലാവരും കാര്യങ്ങൾ അടിച്ച് ദൈവത്തെ
യുദ്ധങ്ങൾ നടക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വരവ് താമസമില്ല. പക്ഷെ നമ്മുടെ ദൈവത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുക. നമ്മൾ ഈ മീറ്റിംഗിലായിരിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ചെല്ലുവാനുള്ള ഒരുക്കത്തിലായിരിക്കുക. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക എന്ന ഗാനം നമുക്ക് ചേർന്നായിരിക്കാം.
അറിയാമോ? ഞാൻ ഇന്ന് കടന്നു വന്ന വിഷയത്തിന്റെ അകത്ത് ദൈവം എനിക്കൊരു പരിഹാരം, ഞാൻ ഇന്ന് കടന്നു വന്ന എന്റെ വിഷയത്തിന്റെ അകത്ത് ദൈവം എനിക്ക് ഒരു പരിഹാരം തന്നു. യാക്കോബിന്റെ കടവില് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞതുപോലെ ഇതിന്റെ അകത്ത് എത്ര പേര് പറയും? നീ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ശബ്ദം കേട്ട് കർത്താവ് നിൽക്കും. ഒന്ന് പറഞ്ഞേ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ദിനമുടപ്പെടട്ടെ. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന സമയമാണ്. ആരും ആരെയും നോക്കിക്കൊണ്ടിരിക്കരുത്. കർത്താവ് എന്നെ ഒരു വെളിപ്പാട് കാണിക്കുന്നു. അബ്രഹാം ഒരു കുഴി കുഴിച്ചു, ഒരു കിണർ കുഴിച്ചു. അബ്രഹാം കുഴിച്ച കുഴിയെ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടി. പക്ഷേ ഒരു ഇസ്ഹാക്ക് വരുന്നുണ്ട്. നിന്റെ പൂർവ്വപിതാക്കന്മാർ കുഴിച്ച കുഴിയെ ശത്രു മണ്ണിട്ട് മൂടിയെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ഇടപെടുന്ന സമയം. ഫെലിസ്ത്യർക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ലത്, മിദ്യാന്യർക്ക് നിന്നെ പിടിക്കാൻ പറ്റത്തില്ലത്. ചില കുറുക്കന്മാർ നിന്നെ നോക്കുന്നുണ്ട്, മരവിടത്തിൽ പതുങ്ങിയിരുന്ന് നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവോട് വിളിച്ചു പറയുന്നു, നിന്നെ നിന്ദിക്കുന്ന ശത്രു ഭാഗ്യം തന്നെ നന്മയ്ക്കായി ചില അടയാളങ്ങൾ നിനക്ക് വേണ്ടി സഹോദര സഹോദരി ഒരുക്കാൻ പോകുന്നു. കർത്താവിനെ കാണിക്കുന്നു, നിങ്ങൾ ഈ ആലയത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വന്നതുപോലെ അല്ലെന്ന് നിങ്ങളെ കാണുമ്പോൾ ശത്രു വിറയ്ക്കാൻ പോകുന്നു. കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, നിങ്ങൾ ഓരോരുത്തരെയും മറവിടത്തിൽ പതുങ്ങിയിരിക്കുന്ന ചില സിംഹങ്ങൾ, അവർ എപ്പോഴും നിന്റെ മുമ്പിൽ ചാടി വരുന്നു എന്നില്ല. സമയമാകുമ്പോൾ പുറത്തു വരാം. നിന്റെ വാഗ്ദത്തം എപ്പോഴാണ് നിന്റെ പടകിലേക്ക് അടുക്കുന്നത്, ആ സിംഹം അപ്പോൾ പുറത്തു വരോ. ആ കുറുക്കൻ എപ്പോഴും നിന്റെ മുമ്പിൽ പ്രത്യക്ഷമാകില്ല. നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു പരിധി കഴിഞ്ഞ് കർത്താവ് നിന്നെ ബ്ലെസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആ കുറുക്കൻ പുറത്തു വരും. എങ്ങനെ ആ സിംഹത്തിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും? എങ്ങനെ ആ കുറുക്കന്റെ ദുർവ്യാപാരം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? നിന്റെ ജീവിതത്തിന്റെ ആരാധന ഉണ്ടാകണം. ഹല്ലേലൂയ. കേവലം ആലയത്തിന്റെ അകത്ത് വരുമ്പോൾ മാത്രം കൈകൊട്ടി ആരാധിക്കുന്ന ആരാധനയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീയും നിന്റെ പ്രാണപ്രിയനുമായിട്ടൊരു ബന്ധം. അങ്ങനെ ഒരു ആരാധനയുടെ മണ്ഡലം ഇന്നിവിടെ വെളിപ്പെട്ടാൽ ഫറവോനും സൈന്യവും ചെങ്കടലിൽ പോകുന്നത് നീക്കാൻ, മിദ്യാന്യർ ഓടുന്നത് നീക്കാൻ, ഫെലിസ്ത്യർ നിന്റെ മുമ്പിൽ ഓടുന്നത് നീക്കാനോ? എത്ര പേര് പറയും, ഫറവോന് ഞാനിനി അടിമയല്ല. ഹല്ലേലൂയ. ഫറവോന് ഞാനിനി അടിമയല്ല. പരമ സിയോനിൽ ഞാൻ അന്യനല്ല. ഫറവോന് ഞാൻ അടിമയുമല്ല, പരമ സിയോനിൽ ഞാൻ അന്യനുമല്ല. എന്ന് പറഞ്ഞാൽ പാപത്തിന് എന്റെ മേൽ ഒരു കർത്തൃത്വമില്ല. ലോകത്തിന് എന്റെ മേൽ ഒരു കർത്തൃത്വമില്ല. മോഹങ്ങൾക്ക് എന്റെ മേൽ ഒരു കർത്തൃത്വമില്ല. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്.
ശ്രദ്ധയോടുകൂടി ആയിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. വായിക്കുവാനായി നൽകിയിരിക്കുന്ന പുതിയ നിയമഭാഗം യോഹന്നാൻ 10-ാം അധ്യായം 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 10-ാം അധ്യായം 7 മുതൽ 21 വരെ. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവർ ഒക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്തിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് പോലെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വചന നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി. അവരിൽ പലരും, അവനിൽ ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എനിക്ക് എന്തിനെന്ന് പറഞ്ഞു. മറ്റു ചിലർക്ക് ഭൂതഗ്രസ്തിന്റെ വാക്കല്ല, ഭൂതത്തിന്റെ കുറ്റമായിട്ട് കണ്ണു തുറക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. வாசிக்கும்படியாக கொடுக்கப்பட்ட திருமறை பகுதி சங்கீதம் 40:1 முதல் 10 வரை. சங்கீதம் 40:1 முதல் 10 வரை. கர்த்தருக்காக பொறுமையுடன் காத்திருந்தேன். அவர் என்னிடமாய் சாய்ந்து என் கூப்பிடுதலை கேட்டார். பயங்கரமான புலியிலும் உளையான சேற்றிலும் இருந்து என்னை தூக்கி எடுத்து என் கால்களை கண்மலையின் மேல் நிறுத்தி என் அடிகளை உறுதிப்படுத்தி நமது தேவனை துதிக்கும் புதுப்பாட்டை அவர் என் வாயிலை கொடுத்தார். அநேகர் அதை கண்டு பயந்து கர்த்தரை நம்புவார்கள். அகங்காரிகளையும் பொய்யை சார்ந்திருக்கிறவர்களையும் நோக்காமல் கர்த்தரை தன் நம்பிக்கையாக வைக்கிற மனுஷன் பாக்கியவான். என் தேவனாகிய கர்த்தாவே, நீரங்கள் நிமித்தம் செய்த உம்முடைய அதிசயங்களும் உம்முடைய யோசனைகளும் அநேகமாய் இருக்கிறது. ஒருவரும் அவைகளை உமக்கு விவரித்து சொல்லி முடியாது. நான் அவைகளை சொல்லி அறிவிக்க வேண்டுமானால் அவைகள் எண்ணிக்கைக்கு மேலானவைகள். பலியையும் காணிக்கையும் நீர் விரும்பாமல் என் செவிகளை திறந்தீர். சர்வாங்க தகன பலியையும் பாவ நிவாரண பலியையும் நீர் கேட்கவில்லை. அப்பொழுது நான், இதோ வருகிறேன், புஸ்தக சுருளில் என்னை குறித்து எழுதியிருக்கிறது. என் தேவனை உமக்கு பிரியமானது செய்ய விரும்புகிறேன். உமது நியாய பிரமாணம் என் உள்ளத்திற்குள் இருக்கிறது என்று சொன்னேன். மகா சபையிலே நீதியை பிரசங்கித்தேன். என் உதடுகளை மூடேன். கர்த்தாவே, நீரதை அறிவீர். உம்முடைய நீதியை நான் என் இருதயத்திற்குள் மறைத்து வைக்கவில்லை. உமது சத்தியத்தையும் உமது ரட்சிப்பையும் சொல்லி இருக்கிறேன். உமது கிருபையையும் உமது உண்மையையும் மகா சபைக்கு அறியாதபடிக்கு நான் ஒழித்து வைக்கவில்லை. ஆமென். എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രമേൽ നമ്മളെ സ്നേഹിക്കുവാൻ നമ്മൾ എന്തുള്ളൂ. ഹല്ലേലൂയ. എത്ര ദൂരെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വിട്ടു ഓടിപ്പോയാലും നമ്മെ ഒരിക്കലും കൈവിടാത്തൊരു ദൈവം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാത്തു നിന്നൊരു ദൈവം. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടും എത്ര നാൾ കർത്താവിനെ തള്ളി പറഞ്ഞിട്ടും തള്ളി പറയാത്തൊരു നാഥനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. ഒന്ന് നന്ദിയോടൊന്ന് സ്തുതിക്കാമോ? കരങ്ങൾ ഉയർത്തി ഒന്ന് ആരാധിക്കാമോ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആഴത്തിൽ നിന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ.
തൊട്ടെന്ന് എനിക്കറിയാം. ചിലർ കരയുന്നത് ഞാൻ കണ്ടു. നമ്മൾ എത്ര ദൂരെ കർത്താവിന്റെ സന്നിധിയിൽ അകന്നു പോയപ്പോഴും നമുക്ക് വേണ്ടി കാത്തു നിന്നോ. ഹല്ലേലൂയ. എന്റെ മകൾ മടങ്ങി വരുമായിരിക്കും, എന്റെ മകൻ മടങ്ങി വരുമായിരിക്കും. ആ സഹോദരി ആ അന്തരീക്ഷത്തിൽ നിൽക്കും. ആ സഹോദരി അറിഞ്ഞില്ല ഇരിക്കാൻ പറഞ്ഞത് പോലും. അസാധാരണമായി ദൈവ സാന്നിധ്യം വെളിപ്പെട്ടത് ചിരിക്കാൻ പറഞ്ഞ കാര്യമല്ല. ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ജനത്തെ ഞാൻ ദൈവത്തെ സ്തുതിച്ചതാ. അത്രത്തോളം ദൈവവുമായി കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. കാണാൻ വന്നവർ ചിലർ ഇവിടെ ഇരിപ്പുണ്ട്, കേൾക്കാൻ വന്നവർ ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, പ്രാപിക്കാൻ വന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവനെ കർത്താവ് തൊടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ ഒരു സാക്ഷ്യം കേൾക്കാം. സുരേഷ് ബ്രദർ മുമ്പോട്ട് വന്ന് തന്റെ ജീവിതത്തിൽ ജോലി സംബന്ധമായി കർത്താവ് തുറന്ന ഒരു വഴിയോർത്ത് ഒരു 5 മിനിറ്റിനകം നിർത്തി സാക്ഷ്യം പറയുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കലും ദൈവത്തിനെ സ്തുതിക്കുന്നു. ഞാൻ കുറച്ച് വർഷമായി ഉപദേശമായിട്ട് കണക്റ്റായിട്ട് ഒരു 1.5 വർഷം ആയിട്ടുണ്ട്. കോവിൽ മീറ്റ് പ്രയറിലാണ് ഞാൻ കോണ്ടാക്റ്റ് ആകുന്നത്. വെളിനാട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ കണക്റ്റ് ആകുന്നത്. അന്നേരം തൊട്ട് ഉപദേശമായി ഞാൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ ഞാൻ ജീവിതത്തിൽ ഒരു പള്ളിയിലോ അങ്ങനെ ആരുമായിട്ട് കണക്റ്റ് ആകുന്ന മനുഷ്യനല്ല. എനിക്കങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാറുള്ളൂ. പള്ളിയിലും പോകാതെയൊക്കെ ഇരുന്ന സമയങ്ങളിൽ സിസ്റ്ററായിട്ടാണ് കണക്റ്റ് ആയത്. പള്ളിയിൽ പോകുമായിരുന്നു, വീട്ടിലെ ഒരു ഇതിനു വേണ്ടി മാത്രം പോകുമായിരുന്നു, അല്ലാതെ മനസ്സോടെ പോകുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അങ്ങനെയുള്ള ജീവിതത്തിൽ കൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അത് സിസ്റ്ററായിട്ട് കണക്റ്റ് ആയതിനു ശേഷമാണ് ദൈവത്തിൽ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിനെ പറ്റി അറിയുകയും ചെയ്തത്. അതിനുശേഷം ദൈവത്തിന് വേണ്ടി സ്നാനപ്പെടുകയും വിദേശത്ത് വെച്ച് തന്നെ സ്നാനപ്പെടുകയും മുങ്ങിസ്നാനം എടുക്കണമെന്നൊക്കെ പാസ്റ്റർമാർ പറയുമ്പോഴും അതെന്താണെന്ന് പോലും എനിക്കറിയാത്തൊരവസ്ഥയിൽ കൂടെ കയറിപ്പോയിരിക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു പാസ്റ്റർ തന്നെ എന്നെ പഠിപ്പിക്കുകയും എടുക്കുകയും ബൈബിളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു. മുങ്ങിസ്നാനം എന്തിനു വേണ്ടി എടുക്കണം, എന്തിനു വേണ്ടി ചെയ്യണമെന്ന് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തത് ഒരു പാസ്റ്റർ കൂടെയാണ് ഞാൻ എല്ലാം മനസ്സിലാക്കിയതും. ഒരാഴ്ച കാലം പഠിക്കുകയും അതിനുവേണ്ടി പോവുകയും ചെയ്തു. അതിനുശേഷമാണ് മുങ്ങിസ്ഥാനം അവിടെ നിന്ന് എനിക്ക് തരുന്നത്. ദൈവത്തെ അത്രത്തോളം സ്നേഹിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് ദൈവം തരികയും, പക്ഷേ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴും ഞാൻ അന്നേരം മനുഷ്യന്മാരല്ലേ, അന്നേരം ഞാൻ ചിന്തിക്കും, ദൈവമേ എന്തുകൊണ്ട് എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ വരുന്നുവെന്ന് ഞാൻ ചിന്തിക്കും. എന്നാലും ദൈവത്തിനെ ഞാൻ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞതിന് ശേഷം മുങ്ങിസ്ഥാനം എടുത്തതിന് ശേഷം ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല ഒരിക്കലും. കഷ്ടം വന്നാലും ശരിയാകുമായിരിക്കും എന്നുള്ള ചിന്തയിൽ കൂടെ പോയ ഒരു മനുഷ്യനാണ്. വീട്ടിലായാലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും വരുമ്പോഴും വഴക്കുകൾ വരുമ്പോഴും ദൈവത്തെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല. എന്നാലും വീട്ടിൽ ഞാൻ ആരടുത്തും പറയുകയോ ചെയ്യില്ല. എന്നാലും ആരില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് മനസ്സിൽ കരയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വീട്ടിലിരിക്കുമ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ ഒപ്പം ഇരുന്ന് കരയുകയോ എടുക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. മാറി നിന്ന് എവിടെയെങ്കിലും പോയിരുന്ന് ചിലപ്പം മനസ്സിൻ്റെ അകത്ത് കരയുകയും സങ്കടങ്ങളുണ്ട്. വീട്ടുകാരുമായിട്ടുള്ള ഒരു അമ്മയും അപ്പനൊക്കെ ഉള്ള കാലത്തും അപ്പൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാത്ത വളർന്ന ഒരു മകനാണ് ഞാൻ. എന്നിട്ടും സ്നേഹം എന്തെന്നാണ് പോലും ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ കാലഘട്ടങ്ങളിൽ നടന്ന വ്യക്തിയാണ്. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്, തമിഴാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ മലയാളമൊക്കെ കുറച്ചൊക്കെ എനിക്ക് അറിയാം. എന്നാലും ഒരുവിധം സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ നടന്നു പോയപ്പം അമ്മയും എനിക്ക് 2 ചേട്ടന്മാരും അമ്മയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. എന്നാലും അതിൽ കൂടെ ഒരു സ്നേഹങ്ങളോ ഒരു അമ്മയുടെ സ്നേഹം എന്താണെന്നാണ് തിരിച്ചറിഞ്ഞു പോലും ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് ദൈവത്തിൽ വന്നതിന് ശേഷമാണ് സ്നേഹം എന്തെന്ന് തിരിച്ചറിയുന്നത്. ഞാൻ ദൈവസ്നേഹം കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അങ്ങനെ പോയപ്പോഴും ദൈവം ഇത്രയും മാത്രം എന്നെ വളർത്തി. പിന്നെ കഴിഞ്ഞ മാസം ജോലി മേഖലകൾക്ക് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഒരു വഴിയും തുറക്കാതെ പൗരദർശൻ്റെ അടുത്തൊക്കെ പറയുമായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പൗരദർശൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യും, ഉള്ളത് എടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒരു ദിവസം ഇവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നാണ് കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും സിസ്റ്റർ പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
പിന്നെ പ്രദേശത്ത് പറയും സുവിശേഷത്തിന് വേണ്ടി ഒരു വഴിയുണ്ടെന്ന്. ഞാൻ അന്നേരം ചിരിക്കുകയൊക്കെ ചെയ്യും. അതിനുവേണ്ടിയുള്ള കഴിവുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. എനിക്ക് അതിനുള്ള പഠിപ്പറിവുകളൊന്നുമില്ല, അതിനുവേണ്ടി നിൽക്കാനുള്ള ഇതൊന്നും ടാലൻ്റ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും സിസ്റ്റർ പറയും സുവിശേഷത്തിന് വേണ്ടി ഒരു വഴി തുറക്കും, അതിനു വേണ്ടി നിൽക്കാനുള്ള ഒരു മനുഷ്യനാണെന്ന് പറയും. ഞാൻ എന്നാലും ഇന്ന് വരെ ഞാൻ അതിനെ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ നടക്കുമെന്ന്. ദൈവം അങ്ങനെ നടത്തുകയാണെങ്കിൽ അതിൻ്റെ വഴിക്ക് പോകാൻ ഞാൻ തയ്യാറാണ്. എന്നാലും കഴിഞ്ഞ മാസം വന്ന് പ്രാർത്ഥിച്ചിട്ടപ്പോൾ പോയപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ജോലിയുണ്ട് നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. ആ പുള്ളി തന്നെ നമ്പർ എനിക്ക് തന്ന് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് പണിയുണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എഞ്ചിനീയറാണ്, എഞ്ചിനീയർ ജോലി എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് ജോലി എവിടെയെന്ന് ചോദിച്ചപ്പോൾ തൂത്തുക്കുടിയാണ്, തമിഴ്നാട് തൂത്തുക്കുടിയിലാണ് ജോലി മേഖല. അപ്പം ഡയറക്റ്റ് അവിടെ പോയി സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഇന്ന രീതിയിലാണ് ഇത്ര രൂപ റേറ്റ് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞാൻ പണി ഓക്കെ പറഞ്ഞിട്ട് വന്ന് 2-3 പേരായിട്ട് ഞങ്ങൾ പോയി പണി തുടങ്ങി. ഇപ്പോൾ പണി തുടങ്ങി 10-15 ദിവസമായി കാണും. പണി തുടങ്ങി ഫൗണ്ടേഷൻ തീർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ അവിടെ നിന്ന് ചർച്ചിന് വേണ്ടി വന്ന് ആരാധന കഴിഞ്ഞ് പോകാമെന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. അടുത്തൊരു ജോലി കൂടെ ആ എഞ്ചിനീയർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത 20-ാം തീയതി തുടങ്ങണമെന്ന് പറഞ്ഞു. ദൈവം ചെയ്യുന്ന ഓരോ വഴികൾ അത് തുടങ്ങണമെന്ന് 20-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. അത് ഇനി പോകുമ്പോൾ അത് തുടങ്ങണം. അപ്പോൾ അത് ഒരാഴ്ചയോടെ കഴിഞ്ഞ് തുടങ്ങണമെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് തുടങ്ങണമെന്ന് പറഞ്ഞ് അതിനും കൂടി ദൈവം വഴി തുറന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള വഴികളും ദൈവം തുറക്കട്ടെ. ദൈവത്തിന് വേണ്ടി നമ്മൾ ഓരോ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോഴും അത് നല്ല കാര്യങ്ങളായിട്ട് തീരണം. നമ്മൾ പുറകിലോട്ട് പോകുമ്പോൾ തോറും ദൈവവും പുറകിലോട്ട് പോകും. നമ്മൾ ദൈവത്തിന് വേണ്ടി മുന്നിലോട്ട് പോകുമ്പോൾ ദൈവം ഓരോ വഴികൾ ഏതെങ്കിലും അവസ്ഥകളിൽ തുറക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന 2 വർഷം കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും എനിക്ക് വഴി തുറന്നില്ലെന്നും പറഞ്ഞ് ഞാൻ ദൈവത്തെ വിട്ട് പിരിഞ്ഞു മാറിപ്പോയൊന്നുമില്ല. ദൈവത്തിന് വേണ്ടി തന്നെ നടക്കുമ്പോൾ നമുക്കൊരു വഴി എപ്പോൾ തുറക്കും എന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയാം. ദൈവം എപ്പോൾ തുറക്കും എന്നുള്ളത്. ചിലവർ പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ സമയം കഴിയുമ്പോഴത്തേക്കും പുറത്തു പോയി വെള്ളമടിക്കുന്ന പാർട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളിക്കകത്ത് വന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പുറത്ത് പോയി വെള്ളമടിക്കുന്ന പാർട്ടികളെ കണ്ടിട്ട്. അപ്പോൾ ആ പള്ളിയിലുള്ള ആരാധന കഴിഞ്ഞ ഉടനെ അവർക്ക് അതോടെ തീർന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ദൈവം ഇല്ലെന്നുള്ള രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. സേറ്റ് വലിക്കുന്ന പാർട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കൂട്ടത്തിലുള്ളവരെ ഞാൻ പറയുന്നതല്ല, മൊത്തത്തിൽ നമ്മൾ പള്ളിയിൽ എങ്ങനെ വന്ന് ആരാധിക്കുന്നു അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോഴും പ്രവർത്തിക്കാൻ നമ്മളുള്ള മനസ്സ് നമ്മൾ കളയരുത്. എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വന്നിട്ട് പോയി പുറത്ത് വേറെ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ വന്നതിനും അവിടെ പോയി ചെയ്യുന്നതിനും പുറത്ത് അത് ഒരു അനുഗ്രഹം ഇല്ലാതായി പോകും. നമ്മൾ പള്ളിയിൽ വരുന്നതും പുറത്ത് പോകുന്നതും ഒരുപോലെ ആയിരിക്കണം. അതാണ് നമ്മൾ ആ മനസ്സ് കളഞ്ഞ് കുടിക്കരുത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ മറന്നു പോരുത്. ദൈവത്തെ ആരാധിച്ചിട്ടാണ് നമ്മൾ വെളിയിൽ പോകുന്നത്. ഇനി പള്ളിയിൽ പോകുമ്പോൾ മതി ദൈവത്തെ ആരാധിച്ചാൽ മതി, അവിടെ മാത്രം നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മതി എന്നല്ല. നമ്മൾ പുറത്ത് പോകുമ്പോൾ അതുപോലെ പ്രവർത്തിക്കാനും പഠിക്കാനെല്ലാം നമ്മൾ പഠിക്കണമെന്ന് ഞാൻ കുറേ പാസ്റ്റർമാരെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പള്ളിയിൽ എങ്ങനെയോ അതുപോലെ തന്നെ ആയിരിക്കും പുറത്ത്. ഒരു മനുഷ്യൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള, ഞാനെല്ലാം നല്ല തെറ്റായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോഴേ ഞാൻ ദൈവത്തിൽ വന്നതിന് ശേഷം ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് സംസാരിക്കുള്ളൂ. ആ മനുഷ്യൻ്റെ അടുത്ത് അവർ തെറ്റായി പോകരുതെന്നുള്ളവർ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അതുപോലെ ജീവിക്കണം. ദൈവം ഇനിയും നല്ല വഴികൾ തുറക്കും, ഇനിയും തുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അടുത്ത ജോലി മേഖലകളിൽ പോകുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമുക്ക് കഴിഞ്ഞത്. പ്രിയ സഹോദരൻ ജോലിയില്ലാതെ വിഷമിച്ചിരുന്ന സാഹചര്യങ്ങളിൽ ദൈവം പ്രവർത്തിച്ചു എന്നുള്ള സാക്ഷ്യമാണ്. ഒരു നിമിഷം പ്രിയ സഹോദരന് പ്രാർത്ഥിക്കാൻ എല്ലാ മക്കളും പ്രാർത്ഥിച്ചാണ്. താൻ പറഞ്ഞത് ഒരു പണിയുടെ ലഭിച്ചു എന്നാണ്. ഒരു പണിയല്ല, അനേക പണികൾ തന്നെ തേടി വരേണ്ടതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചാണ്. ശബ്ദമെടുത്ത് പ്രിയ മകൻ തമിഴ്നാടിൻ്റെ വളരെ ഉള്ളിൽ നിന്ന് ഈ ആരാധന കടന്നുവന്നിരിക്കുക, വളരെ ദൂരെ യാത്ര ചെയ്ത് തൻ്റെ മകളുമായിട്ട് കടന്നുവന്നിരിക്കുക. എന്തിനാ വന്നേ? ഈ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം തരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. എല്ലാം പ്രാർത്ഥിച്ചാണ്. അങ്ങനെ പലവിധമായ വിഷയത്തിൽ ഭാരപ്പെടുന്ന അനേക പ്രിയ സഹോദരിമാരും സഹോദരന്മാരുടെ രോഗങ്ങളായിരിക്കുന്നവര്, സാമ്പത്തികമില്ലാതിരിക്കുന്നവര്, അനവധി
ഓരോരുത്തരും ഓരോരുത്തരും വിഷയമാണ്. എല്ലാ ദൈവങ്ങളും ശബ്ദമെടുത്ത് പ്രാർത്ഥിച്ചേ. കുറച്ചുകൂടി ശബ്ദപ്പെടുത്തേ, കുറച്ചുകൂടി ശബ്ദപ്പെടുത്തേ, കുറച്ചുകൂടി ശബ്ദപ്പെടുത്തേ. എല്ലാം പ്രാർത്ഥിച്ച നിങ്ങളുടെ വിഷയം എന്താണ്? നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? മനസ്സിൽ ഏത് വിഷയം? ഇനി നടക്കുമോ നടക്കത്തില്ലേ എന്ന് ചിന്തിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരായിരിക്കും. കൂടുതൽ സമാധാനമില്ലാത്തവർ, മക്കളുടെ ഭാവി കിട്ടാത്തവർ, ഭവനമില്ലാത്തവർ, വാടകഭവൻ താമസിക്കുന്നവർ, ജോലിയിൽ ആവശ്യമിക്കുന്നവർ ശബ്ദമെടുത്ത് പ്രാർത്ഥിച്ചേ. യേശുവാ, പ്രിയ സഹോദരങ്ങളുടെ ശബ്ദം ദൈവം കേൾക്കുന്നു. പ്രിയപ്പെട്ട വാക്ക് ദൈവം ശ്രദ്ധിക്കുന്നു. പ്രിയപ്പെട്ട മക്കളുടെ പ്രവർത്തനങ്ങൾ ദൈവം അറിയുന്നു. സാമ്പത്തിക നിലവാരം ദൈവം അറിയുന്നു. ബാങ്ക് ബാലൻസ് ദൈവം അറിയുന്നു. പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം ദൈവം അറിയുന്നു. എല്ലാം അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഈ ജനത്തെ ഇന്ന് ഈ കാലം വിശ്വാസത്തോടെ ഇറങ്ങി വരണമേ. എല്ലാ മക്കളുടെയും വിഷയങ്ങൾ ഈ ആലയത്തിൽ വെച്ച് പരിഹരിച്ചു നയിക്കണമേ. മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് യഹോവ ദൈവങ്ങളെ സഹായിക്കും. കർത്താവേ, പ്രിയ സഹോദരൻ സാക്ഷ്യപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങൾ തന്നെ ഭാവിയിൽ കൊടുക്കണം. കർത്താവേ, തന്നെ സാമ്പത്തികമായിട്ട് ദൈവം അനുഗ്രഹിക്കണമേ. പുതിയ പുതിയ വാക്കുകളും അനുഗ്രഹത്തിന് സ്വന്തം പ്രാർത്ഥനകളായി പേഴ്സണലായിട്ട് വന്നിട്ട് അധികം നോക്കിയിട്ട് നമുക്ക് നടക്കുന്ന പ്രോഗ്രാം ശ്രദ്ധിച്ചാൽ നമ്മുടെ കോളിൻ്റെ ഈ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഗൂഗിൾ മീറ്റിംഗ്. അത് പ്രിയ പവിതയാണ് ആ കാര്യം ചെയ്തത്. രാജ്യത്തും വിദേശത്തും ഈ പ്രവൃത്തി ഇപ്പോൾ തന്നെ നമ്മളിവിടെ ഇരിക്കുന്ന ലൈവായിട്ട് മറ്റ് പല രാജ്യങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനവധി വിശ്വാസികൾ ഈ സഹോദര സാക്ഷ്യം കേട്ടല്ലോ. അദ്ദേഹം ഗൾഫിലായിരുന്നു. ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഗൾഫിലായിരുന്നപ്പോൾ ഈ മകളുടെ ഈ മെസ്സേജും അതുപോലെ ഉണ്ടായിരുന്ന പ്രാർത്ഥനകളും പ്രിയമകൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ദൈവത്തെ അറിയാത്തവരായിരുന്നു. ഗൾഫിലിരുന്നപ്പോഴാണ് അദ്ദേഹം ദൈവത്തെ അറിഞ്ഞത്, കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അവിടെയുള്ള പാസ്റ്റേഴ്സ് അവരെ നയിക്കുകയും പിന്നെ കൂടുതൽ ആ ദൈവം അടുക്കുവാൻ കഴിയും. ഇപ്പോൾ ദൈവത്തിൻ്റെ നല്ലൊരു പ്രതിപുരുഷനായി ദൈവത്വം. ഈ ഗൂഗിൾ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാണ്. സന്തോഷമായ പറഞ്ഞാട്ടെ, സന്തോഷമാണ്. അപ്പോൾ നമുക്ക് മാത്രമല്ല, ദേശത്തിൻ്റെ പല രാജ്യങ്ങളിൽ വരുന്ന ഈ ശബ്ദം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഓർമ്മ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ഓർമ്മ വായിച്ച് സഹായിക്കുന്നത് പ്രസാദ് അദ്ദേഹത്തിന് ഈ സമയം നന്ദി അറിയിക്കും. അദ്ദേഹത്തെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇപ്പോൾ നടക്കുന്ന ആരാധനകൾ എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയും എല്ലാ ശനിയാഴ്ചകളിലും 10 മണി 1 മണി നടക്കുന്ന ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച വരാത്ത എത്ര പേരുണ്ടെന്ന് ഇപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും അങ്ങനെയായിരിക്കും. കഴിഞ്ഞ രാത്രി ചൊവ്വാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി വരാത്തവർ എത്ര പേരുണ്ടെന്ന് കരങ്ങളുയർത്തി കാണിക്കാൻ പറഞ്ഞാൽ ഭൂരിഭാഗവും അങ്ങനെ പറയായിരിക്കും. മനസ്സിലായല്ലോ? അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലും എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങൾ കൃത്യമായി പങ്കെടുക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചകളും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാ രണ്ടാമത്തെ ബുധനാഴ്ചയും അക്ഷയ കേന്ദ്രം നടന്നുകൊണ്ടിരുന്ന ഗൂഗിൾ മീറ്റിംഗ് ആണ്. നമ്മുടെ സ്ഥലപരിധി ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നില്ല. സ്ഥലപരിധി അതുപോലെ ശബ്ദ പരിമിതിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ആ മീറ്റിംഗ് ഇങ്ങോട്ട് മാറ്റിയത്. അതുകൊണ്ടത് മനസ്സിലാക്കി എല്ലാ പ്രിയപ്പെട്ടവരും രണ്ടാമത്തെ ബുധനാഴ്ചകളിലും ഈ ഗൂഗിൾ മീറ്റിംഗിൻ്റെ ആരാധന ഉണ്ടായിരുന്നു. ഒരു പക്ഷേ പവിത്ര തന്നെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിന് പകരം ക്ലാസ്സിങ് അവർ ക്രമീകരിക്കും. മറ്റ് ടീമിലെ അംഗങ്ങൾ യോഗങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നിങ്ങൾ വന്നവർക്കറിയാം, നമ്മുടെ ടീമിൻ്റെ പ്രിയപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് നടത്തി. അതുപോലെ നമ്മുടെ മിനിസ്ട്രി വളരെ അനുഗ്രഹമായ രീതിയിൽ ഒരുപക്ഷെ നേതൃത്വങ്ങൾ തന്നെ ഇല്ലെങ്കിലും ആ മീറ്റിംഗ് നടത്തുവാൻ ശക്തരായ പ്രവർത്തനം നമ്മുടെ കീഴിലുണ്ട്. അവർ മീറ്റിംഗ് നടത്തുകയും ചെയ്യും. അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഈ അടുത്ത മാസം 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇവിടെ നടക്കുകയാണ്. ജൂലൈ മാസം 10, 11, 12 വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. തീരാത്ത വിഷയങ്ങളുള്ള പ്രാർത്ഥിച്ചും നടക്കാത്ത വിഷയങ്ങളുള്ളവർ അടുത്ത മാസം ഈ ഉപവാസ 3 ദിവസവും പ്രാർത്ഥിക്കുക. അതിൻ്റെ തലേ ദിവസം ബുധനാഴ്ച ഗൂഗിൾ മീറ്റിംഗിൻ്റെ ആരാധന. അങ്ങനെ 4 ദിവസത്തെ പ്രോഗ്രാം തുടർമാനമായിട്ട് ഈ ഹോളിലുണ്ടാകും. നല്ല പ്രാർത്ഥനകളുടെ അവസരമാണ് അടുത്ത മാസം. അത് നിങ്ങൾ മനസ്സിലാക്കി ഈ 4 ദിവസങ്ങളിൽ പങ്കെടുക്കുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. നമ്മുടെ വിനോദയാത്ര എല്ലാ വർഷവും ക്രമീകരിക്കുന്ന പോലെ
ഈ പ്രാവശ്യം ഒരു വിനോദയാത്ര ക്രമീകരിച്ചിട്ടുണ്ട്. കന്യാകുമാരി, അതുപോലെ കൊടൈക്കനാൽ, വേഗമൺ, പിന്നെ കമ്പം, മുന്തിരിത്തോട്ടം എന്നീ 4 പ്രധാന സ്ഥലങ്ങളിൽ മറ്റ് 13 സ്ഥലങ്ങൾ ഒരുമിച്ച് 13 സ്ഥലമുണ്ട്. ഇനി ഞാൻ ഒരു സ്ഥലം ക്രമീകരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഒക്ടോബർ മാസത്തിലാണ്, ഇനി 4 മാസമുണ്ട്. വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ചില സീറ്റുകൾ അവശേഷിക്കുന്നുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ട, മദ്യപിക്കാത്ത ആളായിരിക്കണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ബന്ധുക്കൾക്കോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിന് അവസരമുണ്ട്. ഇത്തിരി പേരെ അല്ലെങ്കിൽ പലരും പുറത്തുനിന്ന് നിങ്ങൾ വരുന്നതുകൊണ്ട് പലരും ഇപ്പോൾ സ്റ്റോപ്പിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഇവിടെ നിന്ന് വരുന്നവരെ മാക്സിമം നമ്മുടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ മ്യൂസിയം വരുന്നവരാണ്. അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ മീറ്റിംഗ്, ഈ പ്രോഗ്രാം കമ്മിറ്റിക്ക് നമുക്ക് വരാൻ കഴിയില്ല എങ്കിൽ പുറത്തുനിന്ന് ആളുടെ കഴിയും ആ സീറ്റ് ഇല്ലാകും. അതുകൊണ്ട് ഇപ്പോൾ സീറ്റുണ്ട്, ചില സീറ്റുകൾ അവശേഷിക്കുന്നുണ്ട്. ഈ വരുന്ന ആഴ്ചകളിൽ തന്നെ അറിയിച്ചാൽ നമുക്ക് അതിന് അവസരം ഉണ്ടാകും എന്നുള്ള പ്രത്യേക കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഓർപ്പിക്കുന്നു. ഈ മാസം 24-ാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ കൺവെൻഷൻ കർത്താവിദാസൻ വിൽസന്റെ തിരുവനന്തപുരം ദാസൻ നമുക്ക് ആവശ്യമായ സന്ദേശം നൽകുന്നതായിരിക്കും. ഈ മാസം ഈ കൺവെൻഷൻ പ്രോത്സാഹിക്കുന്നത് രതീഷ് കോട്ടപ്പള്ളി, പ്രോഗ്രാം നോട്ടീസ് പ്രോത്സാഹിക്കുന്നത് അച്ചു പാലക്കാട്. പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാവശ്യങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നതിന് മറന്നു പോകരുത്. ടെലിഫോൺ സോറി പ്രോഗ്രാം നോട്ടീസുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാവശ്യങ്ങൾ യഥാസമയം ഞങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചാലും നമ്മുടെ ഈ ഇപ്പോൾ കാറ്റും മഴയും കഴിഞ്ഞ ഒരു സീസണിലുണ്ട്. ഇപ്പോൾ 2 ആഴ്ച മുമ്പുണ്ടായ അങ്ങനെ ഒരു മരം നമ്മുടെ ഈ കൂരയിലേക്ക് ഇങ്ങനെ ചാഞ്ഞോ, കൂരയ്ക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ അത് പെട്ടെന്ന് മുറിച്ച് മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് മുറിച്ച് മാറ്റി സഹായിച്ചത് ഷാജി പാലക്കുള്ള, അതിന് കൂടെ സഹായിച്ചത് ജോഡി കോട്ടക്കുഴി, സുനിൽ മണലി, വിജയരാജ് തട്ടങ്ങൾ, ഇവർക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ മിനിസ്ട്രി ആരംഭിച്ചിട്ട് 22 വർഷമായി. പക്ഷേ 22 വർഷമായിട്ട് ദൈവദാസന്മാർക്ക് ശരിക്കും കാറ്റില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ പോയിന്റ് ചെയ്തിട്ടിരുന്നു, പക്ഷേ അതിനെക്കുറിച്ച് പരസ്യമൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു സഹോദരൻ അത് കണ്ടപ്പോൾ ഈ ദൈവദാസന്മാരിങ്ങനെ നമ്മൾ മീറ്റിംഗ് കഴിയുമ്പോൾ നല്ല വേർക്കും. അപ്പോൾ ദൈവദാസന്മാർ വേർക്കുകയാണ്. നമുക്കൊരു ബട്ടർ ഫാനുണ്ട്, അതുപോലെ ആ ഫാനിന് വേണ്ടി ചെറുതായിട്ട് കിട്ടും, പക്ഷെ അത് പോരാതിരുന്നു. അങ്ങനെ ഒരു സഹോദരന് തോന്നി അദ്ദേഹം ഒരു ഫാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഷാജി പാലക്കാട് സഹോദരനാണ് ഫാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഈ റിമോട്ട് ഫാനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിമോട്ട് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, വീട്ടിൽ സ്പീഡ് കൂട്ടാം, സ്പീഡ് കുറയ്ക്കാം. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളും ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഫാനാണ്. അതിന് 5000 രൂപ അതിന് വിലയുണ്ട്. നന്ദി സഹായിച്ചു ഷാജി പാലക്കാട് എന്ന സഹോദരൻ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഫാൻ ഫിറ്റിയേറ്റ് സഹായിച്ചത് സ്റ്റുവർട്ട് പട്ടേൽ, സുനിൽ മണലി, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മുടെ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന ഒരു മൈക്ക് കംപ്ലൈൻ്റ് ആയി. മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മൈക്ക് കംപ്ലൈൻ്റ് ആയി. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഈ പാടുന്നവരൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയുടെ ചില മൈക്കുകളാണ്, ഇവിടെ പഴയ മൈക്കുകളാണ്. ഒരു മൈക്ക് വേണമെന്ന് ഞാനൊരു പരസ്യം പറഞ്ഞിരുന്നു. അത് ട്രാൻസ്ഫറായി. ഇനി നമുക്ക് ആർക്കും അവസരം ഉണ്ടാകുകയില്ല. അത് ട്രാൻസ്ഫർ വയ്ക്കുന്ന അർച്ചന പലപ്പോഴുള്ള സഹോദരിയാണ്. പ്രിയ സഹോദരിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവർ നല്ല ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. എല്ലാവിധ സഹകരണങ്ങൾക്കും നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇത് പറയാതെ തന്നെ ഒരു ട്രാൻസ്ഫർ ഉണ്ട്, അത് തന്നെ വരുള്ളൂ. ഈ ഇരിക്കുന്ന നമ്മുടെ ക്ലോക്ക് ഒരിക്കൽ തറയിൽ നിന്ന് അത് ഫ്രണ്ട് ഗ്ലാസ് ഇല്ല. നിങ്ങൾ കാണുമ്പോൾ ഗ്ലാസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അത് ഗ്ലാസ് ഇല്ല. അതുപോലെ എല്ലാം പൊടിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബാറ്ററി പോയപ്പോൾ ഞാൻ കൈയെടുത്തപ്പോൾ ഒരു സഹോദരി യാദർച്ഛയായി കണ്ടു. ഇതാണ് അവിടെ ഇരിക്കുന്ന ക്ലോക്ക്. ഞാൻ പറഞ്ഞത് പരസ്യം പറയാതിരുന്നു, അതൊരു കാര്യമുണ്ടല്ലോ, ചെറിയ കാര്യമെങ്കിലും പരസ്യം. ഞാൻ പറഞ്ഞു എല്ലാവരും പരസ്യം പറയണ്ട, ആരെങ്കിലും അറിഞ്ഞൊക്കെ ചെയ്യട്ടെ. ആ സഹോദരനെ എന്ന് പറഞ്ഞു സാറിൻ്റെ പേര് പറയണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് അവരുടെ പേര് ഇപ്പോൾ പറയുന്നില്ല. അവർ അതിൻ്റെ ക്രമീകരണം ചെയ്ത് കഴിഞ്ഞു. ആ ക്ലോക്ക് ട്രാൻസ്ഫറായി കഴിഞ്ഞു. സന്തോഷമല്ലേ പറഞ്ഞാട്ടെ. ഇങ്ങനെ നോക്കി നമ്മുടെ ആലയത്തിൽ നോക്കി ചെയ്യുന്ന എല്ലാ ദൈവങ്ങളെ ഓർത്ത് ശ്രദ്ധിക്കുന്നു. എന്നോട് പറയട്ടെ, നിങ്ങൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. എന്ത് ചെയ്താലും എന്നോട് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യം നമുക്ക് അക്സസ് ചെയ്യാൻ കഴിയില്ല, അത് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെങ്കിലും ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് മേടിക്കൊണ്ടുവരാനും അതിനോട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ എന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ദൈവമേ എല്ലാവരും അനുഗ്രഹിക്കും. തുടർന്ന് നമ്മുടെ ജീവൻ്റെ പരസ്യം കേൾക്കും. അതിനുശേഷം പവിത നമ്മുടെ ദൈവം സംസാരിക്കുകയും ചെയ്യില്ല. കരങ്ങളെ ക്ഷണിച്ചാൽ നമുക്ക് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് റിവൈവൽ ഫയർ ഗ്ലോബൽ മിനിസ്ട്രീസ് എന്നാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.
നിങ്ങളുടെ മക്കളൊക്കെ വിദേശ രാജ്യത്താണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ഈ വീഡിയോസ് അവിടെ വരുന്നത് കണ്ട് ആ ബ്ലെസ്സിങ് അവർ അനുഭവിക്കും. ഹല്ലേലൂയ. അത്രത്തോളം അനുഗ്രഹത്തോടെ നമ്മുടെ കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും കഴിവതും എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുവാൻ തയ്യാറാവുക. മാസത്തില് 2ാമത്തെ ബുധനാഴ്ചയാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. കൂടുതൽ ലേഡീസാണ്. ഒരുപാട് പേർക്ക് ജോലിയായി ഇതിൻ്റെ അകത്ത്. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ജോലിയായി. ഇപ്പൊ എന്നോട് പറയുന്നത് എനിക്കൊരു പബ്ലിക് ഹോളിഡേയിൽ ഈ മീറ്റിംഗ് മാറ്റണം. എല്ലാവരുടെ ആവശ്യം അതാണ്. പബ്ലിക് ഹോളിഡേയിൽ ഈ മീറ്റിംഗ് ഒന്ന് മാറ്റി തരണം സിസ്റ്ററെ, ഞങ്ങൾക്കെല്ലാം ജോലിയായി. ഒന്നിലധികം കുട്ടികൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, സിസ്റ്ററെ മീറ്റിംഗ് ഭയങ്കര മിസ്സാകുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് വല്ലാത്ത വിഷമം. ദൈവം അനുവദിക്കുന്നത് പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാം. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം വലിയ കാര്യങ്ങൾ ഇന്ന് ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന് എന്തൊക്കെയോ ഇന്ന് ഈ പ്രഭാതയാമത്തെ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ച പലർക്കും ഇതിനകത്ത് കടന്നു വരാൻ കഴിഞ്ഞില്ല. ആഗ്രഹിക്കാത്ത പലരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ലേ? ആഗ്രഹിച്ച പലർക്കും ഇതിനകത്ത് കയറാൻ പറ്റിയില്ല. സാധിക്കില്ല എന്ന് വിചാരിച്ച പലരും ഇതിനകത്ത് ഇന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ചില പ്രവൃത്തികൾ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. യെസ് 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 യെസ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നമ്മുടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. അങ്ങ് നിങ്ങളോട് കൃത്യമായി സംസാരിക്കണം. എല്ലാ മുൻവിധികളെയും ഞാൻ ആത്മാവിൽ വെട്ടുന്നു, തകർത്തുടയ്ക്കുന്നു. എല്ലാ പൈശാചികമായ മാനുഷ്യമായ വ്യതിചലനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചു കളയുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടാതിരിക്കാൻ ദുഷ്ടൻ കെട്ടിയ എല്ലാ കോട്ടകളെയും ഞങ്ങൾ ഒരുമിച്ച് ആമേൻ പറഞ്ഞു. ആമേൻ. ദൈവ മക്കൾ ഒരുമിച്ച് തകർക്കുകയാണ്. ഈ മിനിസ്ട്രിക്കെതിരെയുള്ള എല്ലാ ആഭിചാരങ്ങളെയും നസ്രായ യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചു കളയുകയാണ്. ആമേൻ പറഞ്ഞു. ആമേൻ. നിങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന ചില ആഭിചാരത്തിന്റെ മണ്ഡലങ്ങൾ അഴിയേണ്ടത് കരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കരങ്ങളെ അടിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ആരാധിച്ച് അപ്പുറത്തിരിക്കുന്ന വ്യക്തി ആരാധിച്ചാലും ചിരിച്ചുകൊണ്ടിരുന്നാലും കണ്ടു തുറന്നുകൊണ്ടിരുന്നാലും നിനക്കൊരു വിഷയമല്ല, നിനക്കൊരു നന്മ വേണം. ഹല്ലേലൂയ. നിനക്കൊരു വിടുതൽ വേണം. ഇപ്പൊ പരിശുദ്ധ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കട്ടെ. കർത്താവിന്റെ കരം നിന്റെ മേൽ വെളിപ്പെടട്ടെ. മിണ്ടാതിരിക്കുന്നവരുടെ മേലല്ല, ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ചിലതിനോടാണ്. കാറ്റടിക്കൽ കേട്ട പോലെ പ്രിയ ആര്യയോട് കർത്താവ് ആലോചന പറയുന്നു. കാറ്റടിക്കും, കൊടുങ്കാറ്റടിക്കും, പേമാരി വരെ പെരുവെള്ളം വന്നു തിരിക കുഞ്ഞെ നിന്നെ തകർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അനുവദിക്കത്തില്ല. ദൈവം അനുവദിക്കാത്ത ഒരു പടകിന്റെ അകത്ത് നിന്നെ കാറ്റടിക്കത്തില്ലെന്ന്, ദൈവം അനുവദിക്കാത്ത ഒരു വിഷയവും നിന്റെ ജീവിതത്തിനകത്ത് വരത്തില്ലെന്ന്. ഇങ്ങനെ ആരാധിച്ചാൽ പോലെ കേട്ടോ. വിടുതൽ വേണമെങ്കിൽ ഇങ്ങനെ ആരാധിച്ചാൽ പോലെ. കേവലം ജൽപ്പന ആരാധന അല്ല കർത്താവിന് വേണ്ടത്. നിന്നെ തന്നെ മറന്നുകൊണ്ട് ആത്മാവുമായി ഒന്ന് കണക്റ്റായിക്കേ. ആരാധന അനുഭവം പ്രാർത്ഥിച്ചേ. ഒന്ന് കയറി പറഞ്ഞ അന്തരീക്ഷം ദൈവ സാന്നിധ്യത്താൽ മൂടപ്പെടട്ടെ. നീയും ദൈവവുമായിട്ടൊന്ന് കണക്ഷൻ കടന്നു വരട്ടെ. ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നിടുക. നമ്മൾ ഹല്ലേലൂയ പറയാനൊന്നുമില്ല, യോഗ്യത ഒന്നുമില്ല. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.
ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് വേഗത്തിൽ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ന്യായാധിപൻ വായിച്ച വേദഭാഗം തന്നെ ഒരിക്കൽ കൂടി വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. യെസ് അയ്യോ യജമാനനെ, യെസ് യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ Yes. നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? Yes. യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ പലവട്ടവും കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവേ, കർത്താവിനെ അറിഞ്ഞ് ഇറങ്ങിയിട്ട് എൻ്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? എൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ എവിടെ? മിദ്യാന്യർ ഇസ്രായേലിനെ പിടിച്ചു വച്ചിരിക്കുകയാണല്ലോ. വേദഭാഗം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നു, ഇസ്രായേൽ ജനം 7 വർഷം മിദ്യാന്യരുടെ പിടിയിലായിരുന്നു. ചിലയിടത്ത് കർത്താവ് പീഡനം അനുഭവിക്കാൻ വിട്ടുകൊടുക്കും. എന്തുകൊണ്ടെന്ന് അറിയാവോ? നമ്മൾ ശരിയാവാത്തോണ്ട്. അതിന്റെ സ്തോത്രം പറയണ്ട. നമ്മൾ ശരിയാകാൻ വേണ്ടി പീഡനത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കും. എന്നും പറഞ്ഞ എന്നും പീഡനവുമല്ല, എന്നും അടിമത്വമല്ല, എന്നും വേദനയല്ല, എന്നും മുറിവുമല്ല. മനസ്സിലാക്കണം. ചില കൂടുകളൊക്കെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ചില കൂടുകൾ പൊളിഞ്ഞാൽ മാത്രമേ നിനക്ക് പറക്കാൻ പറ്റത്തുള്ളൂ. കൂട് വളരെ സേഫ്റ്റി ഉള്ളതാണ്, വളരെ സംരക്ഷണം ഉള്ളതാണ്, കൂട്ടുകാരൊക്കെ വളരെ സ്ട്രോങ് ആണെങ്കിൽ ഒരിക്കലും കവിത എന്ന് പറയുന്ന ഈ അഭിഷിക്ത പുറത്തു വരത്തില്ലായിരുന്നു. കൂട് പൊളിഞ്ഞു, കൂടെ നിന്നവരെല്ലാം പറന്നുപോയി, ഒറ്റയ്ക്കായി. ജീവിതത്തിന്റെ അകത്ത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആരെങ്കിലും ഇതിന്റെ അകത്ത് ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിന്നെയാണ് കർത്താവിന് ആവശ്യം. ഇന്നലെ ഒരു അഭിഷിക്തൻ എനിക്കൊരു മെസ്സേജ് ഇട്ടു, സിസ്റ്റർ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വളരെ കൂട്ടി. അയാൾക്ക് എന്നോട് ദേഷ്യം തോന്നിക്കാണും, ഓട്ടോമാറ്റിക്കലി തോന്നും. അയാൾ എന്നോട് പറയുക, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുക, സഭയില്, വീട്ടില്, നാട്ടില്, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം സഹോദരി എന്നൊരു വിളി വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലകത്ത് കയറി കുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ജീവിതത്തിന്റെ അകത്തെ ഒറ്റപ്പെടൽ വരണ എന്തിനെന്നറിയാവോ? പ്രാണപ്രിയനെ ഒന്ന് കണക്ട് ആക്കാനാ. ജീവിതത്തിന്റെ ഭവനത്തിനകത്ത് എല്ലാവരും ഉണ്ട് സഹോദരി, പക്ഷെ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഇത് അദ്ദേഹത്തിന്റെ വിഷയം. ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവപടിയായി നിറവേറ്റുന്നുണ്ട്, പക്ഷേ എനിക്ക് കിട്ടേണ്ട പരിഗണന കിട്ടുന്നില്ല. ഇതിൻ്റെ അകത്ത് ആരൊക്കെ വന്നിട്ടുണ്ട്? അവഗണിക്കപ്പെടുന്ന ഈ സമൂഹത്തിന്റെ അകത്ത് പരിഗണിക്കുന്ന ഒരുവനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് പരിശുദ്ധ ആത്മാവാണ്. പരിശുദ്ധ ആത്മാവാണ്. കൂടെ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ബന്ധങ്ങളെ പോയാലേ പറ്റൂ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്താൻ. അതുകൊണ്ട് ബോംബെ പട്ടണത്തിലായിരുന്ന നിങ്ങളെ ഈ ത്രിമാണ്ഡത്തിന്റെ അകത്ത് കർത്താവ് നിലനിർത്തിയിരിക്കണേ. എനിക്ക് ഇന്നും നിങ്ങളെ കുറിച്ചൊരു ദർശനമുണ്ട്. പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും ഞാൻ മറന്നു പോയിട്ടില്ല. ഞാൻ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയാലും കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. കർത്താവ് എന്നോട് പറയുന്നു, ചില പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ദൈവരാജ്യവുമായി എഴുന്നേൽക്കാൻ ദൈവം നിലനിർത്തും. നിങ്ങൾ ശരിയായി നേരെ ചെന്ന് നിന്നില്ലെങ്കിൽ കർത്താവ് കൂട് പൊളിക്കും. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ നേരെ പോയി മക്കളെ പവിത വാടാ, പാലോടാണോ വീട്, സാരമില്ല, ഇവിടേക്ക് വാ, നീ മലയിലേക്ക് വാ. അപ്പൊ ഞാൻ പറയുക, നോ 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 നോ, പാലോട് എനിക്കൊരു വഴി തുറക്കണം. ഞാൻ പിടിച്ചു വെക്കുക, എനിക്ക് പാലോട് വഴി തുറക്കണം, പാലോടുള്ള സഭകൾ എനിക്ക് വേണ്ടി തുറക്കണം, പാലോടുള്ള ജനമേ ഞാനുമായി കണക്ട് ആകണം. ചിലരുടെ പിടി എപ്പോഴും നിൽക്കുന്ന നാടുമായിട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം ആ നാടിന്റെ കണക്ഷൻ കൂട്ടിക്കും. ആരോടൊക്കെ പരിശുദ്ധമ്മ പറയുന്നു, നീ ആയിരിക്കുന്ന നിന്റെ കൂട്ടുകാരി നിന്നെ വല്ലാതെ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ. കൂട്ടുകാരി സ്കൂളിൽ വന്നില്ലെങ്കിൽ ഞാനും പോകണില്ല. ഇതൊരു സോൾട്ടയാണ്. ആ സോൾട്ടയെ പൊട്ടിക്കാൻ നിന്റെ കൂട്ടുകാരി നിന്നെ വേണ്ടെന്ന് പറയിപ്പിക്കും കർത്താവ്. ആ ഒരു സ്തോത്രം പറയണില്ല. എന്ത് പറ്റി? ഞാൻ സത്യമാണ് എന്നോട് വിളിച്ചു പറയുന്നത് അല്ലേ? അനുഭവം ഇല്ലേ മോളെ? ഒന്ന് കൈ പൊക്കിക്കേ, കൈ നന്നായിട്ട് പൊക്കിക്കേ. വല്ലാതെ തിന്നില്ല, കുടിച്ചില്ല, അന്ന് രാത്രി മുഴുവനും പപ്പയോട് ദേഷ്യം, അമ്മയോട് ദേഷ്യം. പക്ഷേ ആ കൂട്ടുകെട്ടി എപ്പോ കത്തായോ കർത്താവിന്റെ സാന്നിധ്യം ചോദിച്ചു.
ചിലത് കട്ടായാലേ ദൈവ സാന്നിധ്യം കണക്ട് ആകൂ. അശുദ്ധാത്മാവുള്ള വ്യക്തിയുമായി നിനക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ചിലതിനൊക്കെ കട്ട് ചെയ്താൽ മാത്രമേ ഡെസ്റ്റിനി ഹോൾഡേഴ്സുമായി നീ കണക്ട് ആകൂ. അവരുമായി കണക്ട് ആകാൻ ചില അശുദ്ധാത്മാവുള്ള വ്യക്തികളുമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗീതയോട് അതിൻ്റെ അകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യ, കർത്താവിന്റെ അത്ഭുതങ്ങൾ എവിടെയാണ്? കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, മിദ്യാന്യർക്ക് വേണ്ടി. മിദ്യാന്യരുടെ നടുവിൽ ഇസ്രായേൽ വല്ലാതെ ഭാരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ നിലവിളിക്കുമ്പോ, അങ്ങനെ നിലവിളിക്കുന്ന ആരൊക്കെയോ ഈ ദൈവശബ്ദം കേൾക്കുന്നില്ലേ? നമ്മളെ പരിഗണിക്കേണ്ടവർ അവഗണിക്കുമ്പോ ഒരു കൂടെ ഞാൻ പറയാം, നിന്നെ പരിഗണിക്കാൻ ഒരു കൂട്ടം പേരെ അപ്പുറത്ത് കർത്താവ് ഒരുക്കും. വിവിധ സഭകളിൽ പോകുമ്പോൾ പറയുന്ന ഓരോ വാക്കുകളും റിസീവ് ചെയ്യാൻ യൗവനക്കാരെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. സിസ്റ്റർ അടുത്ത് എന്താ പറയാൻ പോണേ? എക്സൈറ്റ്മെന്റ് ആൾക്ക്. ചില അമ്മാമ്മമാർ അപ്പച്ചന്മാർ ഇരിക്കുമ്പോ വളരെ സന്തോഷം തോന്നും. അവരെക്കാൾ ചെറുതാണെങ്കിലും അഭിഷേകത്തോടെ പറയുന്ന ഒരു വാക്കിന് വിലയുണ്ടെന്ന്. അഭിഷേകം നിന്റെ സമ്പത്താ. അഭിഷേകം ഉള്ളപ്പോ നമ്മുടെ കൂടെ എല്ലാവരും കാണും. ജീവിതം അല്ലേ, ഒരു നന്മ ഉണ്ടാകും, ഒരു സാമ്പത്തിക നന്മ ഉണ്ടാകുമ്പോൾ എല്ലാവരും കാണും. സാമ്പത്തിക നന്മ ഇല്ലാത്തപ്പോഴാ നിന്നെ കുറിച്ച് ഒരു കഴിവുമില്ല, നിന്റെ അകത്ത് ഒരു നന്മ ഇല്ലാതിരിക്കുമ്പോൾ നിന്റെ കൈ തരുന്ന ആരെങ്കിലും ഉണ്ടോ? അവരാണ് യഥാർത്ഥ നിന്റെ സ്നേഹിതൻ. ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ എന്റെ കൂട്ടുകാർ ഒരുപാടാ, നാട്ടുകാർ കൂടുതലാ, വിദേശ രാജ്യത്തൊക്കെ പാസ്റ്റേഴ്സ് ഒരുപാട് വിളിക്കാറുണ്ട്. ഇതാരുമില്ലാത്ത ഒരു മാളിക മുറി എനിക്കുണ്ടായിരുന്നെന്ന്. പറ്റില്ല. ഇതിന്റെ അകത്ത് പലരും പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല, പാലോട് മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ചിന്താമണ്ഡലങ്ങൾ എന്റെ അകത്ത് കയറിയാലും പരിശുദ്ധമതി എവിടെ അയക്കുന്ന അവിടെ ഓടുന്ന ഒരു ജനറേഷൻ ഇതിന്റെ അകത്ത് നിന്ന് പുറത്തു വരട്ടെ. നമ്മുടെ മാനുഷ്യമായ ചിന്ത എന്നത് ആത്മാവിൽ പ്രതികരിക്കുന്നവരെ മേൽ അത് വെളിപ്പെട്ട് വരും. നമ്മുടെ ചിന്ത, നമ്മൾ കർത്താവിന് ഒരു ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുക്കും. അങ്ങനെ പോയി ഇങ്ങനെ പോയി അങ്ങനെ പോയാൽ എല്ലാം ശരിയാവും. ഞാൻ പൊന്നു മക്കളെ, ആ കാര്യം ഒരിക്കലും നടക്കില്ല. കർത്താവിന് നീ ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുക്കണ്ട. നിന്റെ ഗൂഗിൾ മാപ്പ് ഇടാൻ എന്റെ കർത്താവിനെ അറിയാന്ന്. എവിടെ കൂടെയൊക്കെ കൊണ്ടുപോയി നിന്നെ മാന്യതയുടെ ചില ഇരിപ്പിടങ്ങളിൽ ഇരുത്താൻ കർത്താവിനെ അറിയാമെന്ന് യോസേഫ് സഹോദരങ്ങളുടെ ഒറ്റപ്പെട്ടല്ലേ അല്ലേ? പൊട്ടക്കുഴി കിടന്നപ്പോ തവള വന്നു, പാമ്പു വന്നു, തേള് വന്നു, കുത്തുന്ന പോലെ സംസാരിക്കുന്ന ചിലരില്ലേ? സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാ മതി. ആവശ്യം വരുമ്പോ തിരിഞ്ഞു നടക്കുന്ന ചിലരില്ലേ? സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാ മതി. പൊട്ടക്കുഴിയുടെ അനുഭവത്തിന്റെ അകത്ത് നീ പൊട്ടിക്കറിയുമ്പോ നിന്നെ കണ്ടൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവിൽ സ്വീകരിക്കുന്ന എത്ര ജനത്തിന്റെ അകത്തുണ്ട്. അങ്ങനെ ഏതെങ്കിലും പൊട്ടക്കുഴിയിലൂടെ നീ പോയിട്ടുണ്ടെങ്കിൽ കൈകളെ അടിച്ചൊന്ന് ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിനൊരു മഹത്വം കൊടുക്കാട്ടെ. ആരാധിക്കുമോ ശ്രദ്ധിക്കുമെന്ന് നീ നോക്കണ്ട. ചില മിഥ്യാലയുടെ സൈന്യം നിന്റെ മുമ്പിൽ കീഴടങ്ങാൻ പോവുകയാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടാണ്. ഗിദെയോനെ കർത്താവ് തെരഞ്ഞെടുക്കുന്നു. പലർക്കുമുള്ള സംശയം, എന്നെ കർത്താവ് തെരഞ്ഞെടുത്തിട്ടുണ്ടോ? നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? പ്രതികൂലം വരില്ല എന്നല്ല, പ്രതിസന്ധി വരില്ലെന്നല്ല, പ്രതിസന്ധിയിലകത്ത് നീ ഒടുങ്ങത്തില്ല. മനസ്സിലായോ? പ്രതിസന്ധി വരും, പ്രതികൂലം വരും, കൊടുങ്കാറ്റ് വരും, ഈശാനപുരം വരും. നീ പ്രതീക്ഷിച്ചത് നിനക്കെതിരാവും. നിന്റെ കൂടെ കാണും സിസ്റ്ററെ. നമ്മൾ അന്ത്യം വരെ ഒരുമിച്ച് ഒരു പീരീഡ് കഴിയുമ്പോൾ കർത്താവ് തന്നെ വെട്ടിക്കളയും. അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? വേറെ ഇടങ്ങളിൽ പോകുന്നത് നമ്മൾ അറിയും. എങ്കിലും നമുക്കൊരു ഹല്ലേലൂയ പിണക്കമില്ല.
പല പ്രവാചകന്മാരെ തേടിപ്പോയാലും പല പാസ്റ്റേഴ്സ്, നിങ്ങൾക്ക് ഒരു പാസ്റ്റർ അല്ലെങ്കിൽ വേറൊരു പാസ്റ്റർ നിങ്ങൾ പൊക്കോളൂ, അതൊന്നും കാര്യമില്ല. പക്ഷേ നിങ്ങൾ മടങ്ങി വരുമ്പോ എനിക്കറിയാം ഇതിന്റെ അകത്ത് ഒരു ഉണർവിന്റെ ജനറേഷൻ പുറത്തു വന്നിരിക്കോ. നിങ്ങൾ പുറത്താവുക തന്നെ ചെയ്യോ. ഓടി നടക്കുന്ന ചിലതിനെ കർത്താവ് മാറ്റി നിർത്തിയിട്ട് ഇതിന്റെ അകത്ത് ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ചിലതിനെ കർത്താവ് എഴുന്നേൽപ്പിക്കും. അതാണ് എഴുന്നേൽപ്പ്. നിങ്ങളുടെ ലീഡറിന് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അല്ലേ? നമ്മുടെ പാസ്റ്ററിന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പലയിടത്തും നമ്മൾ പോണേ അല്ലേ? അല്ലേ ആന്റി? ആരും ഒന്നും പറയില്ല. ആന്റി എന്റെ കൂടെ പ്രതികരിച്ചല്ലേ? ആന്റി പോകുന്നതല്ല ഞാൻ പറഞ്ഞത്. പരിശുദ്ധത വിളിച്ചു പറയുന്നു, നീ ഇവിടെ ഇന്ന് ചിരിച്ചോണ്ടിരുന്നാലോ ആത്മമണ്ഡലത്തിൽ കർത്താവിനെ കാണിച്ചു തരോ. വെറുതെ അല്ല, ഇതൊരു തീയുടെ ശുശ്രൂഷയാണ്. നിനക്ക് അശുദ്ധാത്മാവിന്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. പലതും നീ അറിഞ്ഞിട്ടും അവിടെ ചെന്നിരിക്കുകയാണെങ്കിൽ പ്രിയ കുഞ്ഞെ, ഒരു പരിധി കഴിഞ്ഞ് കർത്താവ് നിന്നെ കൈവിടുമ്പോ വീണ്ടും ഈ സ്ഥലത്തേക്ക് തന്നെ വരേണ്ടി വരും. അപ്പോ നമ്മൾ ആരും ഇവിടെ കാണില്ല. ആമേൻ പറഞ്ഞേ, ആമേൻ. ജനം ആമേൻ പറഞ്ഞേ. നമ്മളെല്ലാം അടുത്ത ലെവലില് രാജ്യങ്ങളിൽ, പട്ടണങ്ങളില്, ദേശങ്ങളില് സുവിശേഷത്തിനായി എഴുന്നേറ്റിരിക്കും. എനിക്ക് പറയുന്നതിൽ സങ്കടമുണ്ട് കേട്ടോ. പലതും മാറ്റിവെച്ച് നിങ്ങളുടെ സന്നിധിയിൽ ഇരുന്ന നാടുകൾ വളരെ വളരെ റിസ്ക് എടുത്ത ചില കാര്യങ്ങൾ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്തത്. പക്ഷേ ജീവിതത്തിന്റെ അകത്ത് ഒരു പരിധി കഴിയുമ്പോൾ കർത്താവിന്റെ തെരഞ്ഞെടുപ്പുണ്ടാകും. ഞാൻ പറയുക മനസ്സിലാകുന്നുണ്ടോ? ഇത്തിരി കട്ടിയാണ്, പക്ഷെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണ്. അപ്പോ 15-ാം വാക്യം ഒന്ന് വായിക്കാവോ? അവൻ അവനോട് അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന നമുക്കൊരു കഴിവുമില്ല, നമുക്കൊരു യോഗ്യതയില്ല, നമ്മുടെ കുലം ചെറുതാണ്. പക്ഷേ കർത്താവ് ഓർക്കുന്നില്ല. ദൈവത്തിനോട് ഓടാൻ ഒരു മനസ്സുണ്ടോ? ശിശുക്കളെ പോലെ തിരിയാൻ ഒരു മനസ്സുണ്ടോ? ഹൃദയം കർത്താവുമായിട്ടൊന്ന് കണക്ട് ആകാൻ മനസ്സുണ്ടോ? നിങ്ങൾ സഹോദരിയാണെന്ന് വെച്ച് മാറി നിൽക്കാൻ കർത്താവ് ആഗ്രഹിക്കണില്ല. ആദ്യം ദൈവത്തിന്റെ സുവിശേഷം പറഞ്ഞത് സഹോദരിമാരാണ്. മഗ്ദലക്കാരത്തി മറിയ, യേശുവിന്റെ അമ്മ മറിയ, ശലോമ, അവരൊരുമിച്ച ദൈവത്തിന്റെ സുവിശേഷം പറഞ്ഞ്. സ്ത്രീകൾ ഒരുപാട് സംസാരിക്കുന്നവരാ, പുരുഷന്മാർ കുറവ്. അതുകൊണ്ടാണ് സഹോദരിമാരെ ആദ്യം കാണിച്ചു കൊടുത്തേ. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കഴിയും മറ്റുള്ളവരെ തീയിൽ നിന്ന് വിടുവിക്കാം. നിങ്ങളുടെ കൂട്ടുകാരികളുടെ അടുക്കിലേക്ക് നിങ്ങൾക്ക് ചെന്ന് ദൈവത്തിന്റെ വചനം പറയാൻ പറ്റില്ലേ? നിങ്ങൾ അതിന് സാക്ഷ്യം മറ്റുള്ളവരോട് പറയാൻ പറ്റില്ലേ? സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിങ്ങൾക്കല്ല, എനിക്ക്. ഞാൻ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ടാണ് ഒരു കാര്യം പറയാം, ഈ സുവിശേഷത്തെ നീ പറയാൻ തുടങ്ങാൻ നിനക്ക് വേണ്ടിയതെല്ലാം സ്വർഗം ഒരുക്കും. ആരെയും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, ആര് കൂടെ കാണുമെന്ന് അറിയില്ല, പക്ഷെ പരിശുദ്ധമാവ് കൂടെ കാണും. അവൻ നമ്മെ വിട്ടിട്ട് പോവില്ല. നമുക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് പൂർത്തീകരിക്കുന്നത് വരെ കാണും. നമുക്കൊരു ജോലി തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തലമുറയുടെ വിഷയത്തിലേക്ക് ദൈവം പ്രതിഫലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വാക്കു മാറത്തില്ല. അത് നിന്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. കർത്താവിനെ കാണിക്കുന്നു. ഭവനവുമായി ബന്ധപ്പെട്ട് ചിലത് കർത്താവ് ഗവൺമെന്റ് മേഖലയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് കർത്താവ് തുറക്കാൻ പോവാ. കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഇവിടെ സാക്ഷ്യം പറയും. ഒന്ന് ആമേൻ പറഞ്ഞേ. നിങ്ങൾ ആമേൻ. അത് വെളിപ്പെട്ട് വരാൻ പോവുക. ഇന്ന് ആ ഭവനമില്ലാതെ നിങ്ങൾ അതിന്റെ അകത്ത് ചോർന്നൊലിക്കുന്ന ഭവനത്തിന്റെ അകത്ത് താമസം നീ വല്ലാതെ നിലവിളിക്കുകയെ എന്തു ചെയ്യുമെന്ന് ദൈവാത്മ വിളിച്ചു പറയുന്ന അടുത്ത വർഷം നീ ഇവിടെ കടന്നു വരുമ്പോൾ ആ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തെ പാർക്കുന്നത് നീ പറയും. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. എന്നേറെ വന്നതാ
ആരൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് ദൈവരാജ്യത്തിന്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഈ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കരയുന്ന ആരൊക്കെയോ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. അവർക്കുള്ള ദൂത് ഞാൻ പറയാം, വായിച്ചേ 16-ാം വാക്യം. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ഒന്നും കൂടെ വായിക്കും. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ഒറ്റ മനുഷ്യനെ പോലെ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മിദ്യാന്യർ എത്ര വലിയ സൈന്യമുണ്ടെന്ന് നീ നോക്കണ്ട, എത്ര ആൾബലമുണ്ടെന്ന് നോക്കണ്ട, എത്ര ജനസംഖ്യ അതിൻ്റെ അകത്തുണ്ടെന്ന് നീ നോക്കണ്ട. നിന്റെ അകത്തൊരു അഭിഷേകം ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ ആ കൂടാരത്തിന്റെ അകത്തേക്ക് ചെല്ല്. എത്ര പേർ റെഡിയാകും? നിന്റെ സഭയ്ക്കകത്ത് ചില അശുദ്ധാത്മാക്കൾ നിന്നെ വിഴുങ്ങുവാൻ നിൽക്കുന്നുണ്ടോ? അയ്യോ, എല്ലാവരും തുറച്ചു നോക്കുന്ന സഭയ്ക്കകത്ത് അശുദ്ധാത്മാക്കളോ? അതെ, ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സഭയ്ക്കകത്താണ്. അഭിഷിക്തം പറഞ്ഞല്ലോ, സഭയ്ക്കകത്ത് കയറുമ്പോ ഭയങ്കര അന്യഭാഷ, സഭയ്ക്കകത്തുനിന്ന് പുറത്തു പോകുമ്പോ മൂക്കിന്റെ അകത്ത് വലിച്ചു കയറ്റുന്നു, മദ്യപാനത്തിന്റെ അടിമയായി തീരുന്ന, സിഗരറ്റിന്റെ അടിമയായി തീരുന്ന ഇവരുടെ മേൽ അശുദ്ധാത്മാവാണോ പരിശുദ്ധാത്മാവാണോ? ഇതിന്റെ അകത്തിരിക്കുമ്പോൾ ഭയങ്കര ആരാധനയാണ്, പുറത്തു പോകുമ്പോ പരദൂഷണവും. ഒന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ചെയ്യുന്നവർക്ക് അത് മനസ്സിലാകും. നിങ്ങളുടെ കൂടെ ഉള്ള ആർക്കെങ്കിലും അങ്ങനെ ഇങ്ങനത്തെ സ്വഭാവങ്ങളുണ്ടെങ്കിൽ നീ പറഞ്ഞു മനസ്സിലാക്കണം. വിശുദ്ധി ഉള്ളവനെ ചേർക്കാനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. പരിശുദ്ധാത്മാവ് ഒരിക്കലും നിന്റെ സാഹചര്യം, നീ കരഞ്ഞോണ്ടൊരു കാര്യമില്ല. കേട്ടില്ല? ദൂത് പിടികിട്ടിയവർക്കേ അവൻ പറയാൻ പറ്റൂ ഇന്നത്തെ ദൂത്. അങ്ങനെ ഇത്തിരി ടഫാ, പക്ഷേ ആത്മമണ്ഡലം വെളിപ്പെട്ട് വരും. ഇന്നൊരു വിടുതൽ നടക്കും. നീ കരയുമ്പോ പ്രവർത്തിക്കുന്നത് ദൈവമല്ല. അയ്യോ, ബ്രദറല്ലേ തുറിച്ചു നോക്കുക, കരയുമ്പോൾ അപ്പൊ കർത്താവ് മനസ്സറിയില്ല. ഞാൻ പറയാം, പുതിയ നിയമത്തിൽ ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. വ്യവസ്ഥ പ്രകാരം ആര് നിൽക്കുന്നോ അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ വചനം ആരനുസരിക്കുന്നു അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഒരുപാട് കരഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഒരുപാട് നീണ്ട 7-6 വർഷം കരഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോഴൊന്നും വഴി തുറന്നില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? 6 വർഷം മരുഭൂമി സമമായ ചില വിഷയത്തിന്റെ അകത്ത് കുടുങ്ങിക്കിടന്നതാ. എനിക്ക് ആശ്വസിപ്പിക്കാൻ ഒരു വ്യക്തി പോലും കർത്താവ് അവിടെ ഒരുക്കിയില്ല. പക്ഷെ മരുഭൂമിയിടത്ത് ഞാൻ ഒറ്റയ്ക്കായപ്പോഴും അവിടെ കർത്താവിനെ ആശ്വസിപ്പിച്ചു. മനസ്സിലായോ? കരഞ്ഞപ്പോ കർത്താവിന്റെ നിലവിളി കേട്ടില്ല. വ്യവസ്ഥ പ്രകാരം നിന്നു നോക്കി, ഈ വചനം അങ്ങ് അനുസരിക്കാൻ നോക്കി. കരയാനല്ല കർത്താവിനെ വിളിച്ചത്, വചനം പ്രഖ്യാപിക്കാനാ. എന്റെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ പ്രഖ്യാപിച്ചോ, ഞാൻ വാലല്ല തലയാകും. കരയുന്നവന് പറയാൻ പറ്റുമോ? അഭിഷിക്തം പറഞ്ഞു. കരഞ്ഞതിന്റെ എന്താ മാനസികമായ സംഘർഷം വന്നാ അങ്ങനെ അനുഭവിക്കുന്ന അനേകം പേര് ഇതിനകത്തുണ്ട്. ഡിപ്രഷൻ വന്നാൽ ഒരു വചനം പോലും പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ പറയുന്നത്, എന്റെ ഹസ്ബൻഡ് എന്നെ വല്ലാതെ സഹായിച്ചു കേട്ടോ. അഭിഷിക്തൻ എനിക്ക് പറഞ്ഞു തന്നോ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഓരോ ദിവസവും ഓരോ വചനം പറയും. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നമ്മൾ സന്തോഷിച്ച് ആനന്ദിക്കാം. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ വചനം ഇടുന്നതെന്ന് അറിയാമോ? ആ വചനമാണ് എന്നെ രക്ഷിച്ചത്. കരഞ്ഞപ്പോ ആരും കണ്ടില്ല. കരഞ്ഞപ്പോ ചിലപ്പോ സഹതാപം തോന്നും. ഒരു പരിധി കഴിയുമ്പോ അവർക്ക് നമ്മളോട് വെറുപ്പ് തോന്നും. അല്ലെങ്കിൽ നോക്കിക്കോ, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നീ കരയുന്ന ഒരു വ്യക്തിയാണ്. എന്ത് വിഷയം വന്നാലും കരയും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. അമ്മായിയമ്മയും മരുമകളുമായുള്ള വിഷയത്തിൽ ഞാൻ പറയാം. ആദ്യമൊക്കെ അമ്മായിയമ്മ പറയുമ്പോ ഈ മരുമകൾ എന്ത് ചെയ്യുന്നു അറിയാമോ? അടക്കി കരച്ചിലൂടെ കരച്ചില്. ഭർത്താവ് വരുമ്പോ എന്താണ് പറ്റിയത്? നിങ്ങൾ അമ്മയില്ലേ എന്നിങ്ങനെ പറഞ്ഞു. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വന്ന മനുഷ്യൻ ആഹാരം കഴിക്കാതെ റൂമിന്റെ അകത്തിരിക്കും. അമ്മയോട് മിണ്ടില്ല. സീസൺ തിരിയുന്നത് ഞാൻ പറയുക. ഇതിന്റെ അകത്ത് ആർക്കൊക്കെ വേണ്ടി പരിശുദ്ധത സംസാരിക്കുക. വീട്ടിൽ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകളിലാണ് ഞാൻ പറയണേ കേട്ടോ. കരഞ്ഞ് ഇവരുടെ ജീവിതം ഇല്ലാതാവും. പക്ഷെ അമ്മായി അമ്മ സന്തോഷമായിട്ട് ജീവിക്കും. കേട്ടില്ല? അമ്മായിയപ്പന് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൊടുത്ത് ഈ മരുമകൾ ഇരുന്ന് കരയും. ഇവക്ക് മനസ്സിലാവും, കുറച്ച് നാൾ 6 മാസം കഴിയുമ്പോൾ മനസ്സിലാവും ഈ കണ്ണീരിനൊന്നും ഒരു കാര്യവും അനുഭവിക്കുന്ന കണ്ടിട്ടുള്ള
ചിലർ ചിരിക്കുന്നുണ്ട്. ആ ഹസ്ബൻഡ് വന്നിട്ട് പറയും, അപ്പൊ കരയുമ്പോ പിന്നെ സഹതാപമല്ല തോന്നുന്നത്, വെറുപ്പ് തോന്നും. അദ്ദേഹം രാവിലെ മുഴുവൻ രാത്രി വരെയും അധ്വാനിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാ. നീ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തോന്നോ ദുഃഖം തോന്നോ? സഹോദരിമാര് പ്രതികരിച്ചേ, ദുഃഖം തോന്നോ സന്തോഷം തോന്നോ? ദുഃഖം തോന്നോ? രാവിലെ മുതൽ രാത്രി വരെ ഈ ഇവൾക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ അധ്വാനിച്ചത്. പല വീടുകളിലും ഇന്ന് കണ്ണുനീരിന്റെ പുഴയാണ്. ഇന്ന് അത് സ്റ്റോപ്പ് ആകണം. വചനം പറയാൻ തുടങ്ങണം. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നീ പറഞ്ഞു നോക്ക്, എങ്കിൽ അത് സംഭവിക്കും. നീ എന്തു പറയുന്നോ അത് നടക്കും. അപ്പൊ ഗിദെയോന്റെ ജീവിതത്തിന്റെ അകത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി കർത്താവ് ഗിദെയോനെ ഹല്ലേലൂയ വിളിക്കുകയാണ്. അപ്പോ ഗിദെയോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എളിയവനാണ്, എന്റെ കുലം ചെറുതാണ്, എന്നെ കൊണ്ട് പറ്റില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ? നാം നമ്മുടെ ദേശത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന ഒരു വിടുതൽ നടക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ദുഷ്ടൻ നമ്മളെ മുറിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളെ മുറിപ്പെടുത്താൻ പര്യാപ്തമായത് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ അല്ലേ? നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ മക്കൾ, നമ്മുടെ അമ്മ, നമ്മുടെ പപ്പ, അമ്മായി അമ്മ, അപ്പൻ, അമ്മായി അമ്മ, ഇവരെയൊക്കെ കർത്താവ് ഈ പൈശാചിക മേഖല എന്ത് ചെയ്യും? ഉപയോഗിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്ന ലീഡേഴ്സ്, പല സഭകളിലും അവര് പാസ്റ്റേഴ്സ് പറയുന്ന ഒരു ലീഡേഴ്സിനെ ഉപയോഗിക്കും. അപ്പൊ പാസ്റ്റർ തകരും, അപ്പൊ ശുശ്രൂഷ തീരും. ഞാൻ പാസ്റ്ററോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതിന് നിങ്ങളെ വിളിച്ചത് ലീഡർ അല്ലല്ലോ നിങ്ങളെ വിളിച്ചത്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവൻ നിന്നെ കാത്തുകൊള്ളും. വിശ്വസ്തത. നമ്മൾ അവിശ്വസ്തരായാലും കർത്താവ് വിശ്വസ്തനാണ്. പലപ്പോഴും ഈ ശുശ്രൂഷ വേണ്ട, ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിഞ്ഞ ആളാണ് ഞാൻ. പക്ഷെ അപ്പോഴും കാത്തു നിന്ന് കർത്താവ്. നിങ്ങൾ പാടിയില്ലേ ആരാധന പാട്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്ന്. ചൂടുള്ള ഒരപ്പവും വെള്ളവും കൊണ്ട് കർത്താവ് നിൽക്കുക. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. എത്ര ദൂരം കർത്താവിനെ വിട്ടു പോയാലും അത്ര നേരം കർത്താവ് കാത്തു നിൽക്കും. എന്തോന്നറിയാമോ? നീ ഒരു രാജ്യമാണ്. നിന്നിലൂടെ പുറത്തു വരുന്ന ദൈവശബ്ദം മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ്. രാജ്യങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, ദേശങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങളുടെ വാഗ്ദത്തം എത്രമാത്രം വലുതാണോ അത്രമാത്രം വലിയ ഉടച്ചകളിലൂടെ, ഉടയപ്പെടലിലൂടെ നീ പോകും. ഒന്നൊന്നര ഉടയപ്പെടൽ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ഉടയ്ക്കുന്നത് എന്തിനാ? പണിയാൻ വേണ്ടിയിട്ടാ. മൺപാത്രങ്ങളായ നിങ്ങളോട് പരിശുദ്ധത വിളിച്ചു പറയുന്നു, ചിലർ നിങ്ങളെ വലിച്ചെറിഞ്ഞാലേ കർത്താവിനെ ചേർത്ത് വിളിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. ഗിദെയോൻ അതിന്റെ അകത്ത് സംശയത്തോടെ ഇരിക്കുമ്പോ ഒരു ദൂതൻ, ഒരു പുരുഷൻ അതിന്റെ അകത്ത് വരുക. ഒന്ന് വായിച്ചേ മോളെ, 19-ാം വാക്യം. അങ്ങനെ ഗിദെയോൻ ചെന്ന് ഒരു കോലാട്ടിൻകുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കുട്ടയിൽ വച്ച് ചാറൊരു കിണ്ണത്തിൽ പകർന്ന് കല്ലുവേലകത്തിന് കീഴെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വച്ചു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വച്ച് ചാറതിന്മേൽ ഒഴിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. ആദ്യത്തെ എൻകൗണ്ടർ ഗിദെയോനും ദൂതനുമായിട്ടാണ്. ഗിദെയോനും ദൂതനുമായിട്ടൊരു എൻകൗണ്ടർ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഗിദെയോനും ദൂതനുമായിട്ടൊരു എൻകൗണ്ടർ. ഹല്ലേലൂയ. ദൂതൻ വരുന്നു, ഒരു പറ മാവ് കൊണ്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കുന്നു, വെള്ളം കൊടുക്കുന്നു. ദൂതനാ കൊടുക്കണേ. ദൂതന് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങും, ആ ദഹനം നടക്കും. കർത്താവ് ദഹിപ്പിക്കും ചിലതിനെ, നമ്മുടെ അകത്തുള്ള ജഡത്തിന്റെ പ്രവൃത്തികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ഇത് കളയണ്ട, ഇത് ബാക്കി നമ്മൾ വായിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം വായിക്കും. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം,
ദൊന്നവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. ഇതിനകത്ത് ഞാൻ ഒന്ന് മാത്രം എടുക്കുന്നു, ദൊന്നവശം. ഇതിന്റെ അകത്തിരിക്കുമ്പോ ഇവിടെ പുറത്തു പോകുമ്പോ അങ്ങനെയുണ്ട്. രണ്ടും വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ചിലർ. ഞാനൊരു കാര്യം പറയാം, ഒരു പരിധി കഴിയുമ്പോൾ നടുക്കടലിൽ താഴും. ഇതിനെ ദഹിപ്പിക്കാനാണ് സ്വർഗത്തിൽ നിന്ന് അഗ്നിയുടെ അഭിഷേകം വെളിപ്പെടുന്നത്. ക്രൈസ്തവ ലോകത്തിന്റെ ഒരേ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. വിശുദ്ധിക്ക് വേണ്ടി ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ അവരുടെ ജീവിതം നോക്കും. ഹല്ലേലൂയ. ഇതൊന്ന് കണ്ടു.